ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 38 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റീറൈറ്റ് ഈച്ച് ഓഫ് ദി പ്രോഡക്ട്സ് ബിലോ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് എന്താണ്, രണ്ട് നമ്പറുകൾ ഗുണിക്കാൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും വേറെ വേറെ നമ്പറാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അത് രണ്ടും തുല്യമാകുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നോക്കൂ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9 × 16 കാണാനാണ് അല്ലേ. 9 × 16 ആണ് കാണേണ്ടത്. 9 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പറാണ് അല്ലേ. ഏതിൻ്റെ സ്ക്വയർ നമ്പറാണ്? 3ൻ്റെ. 3 × 3 അല്ലേ 9. അതുപോലെ 16ഉം ഒരു സ്ക്വയർ നമ്പറാണ്. ഏതിൻ്റെ? 4 × 4 ആണ് 16 അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 9 എന്നുള്ളതിന് 3 × 3 ആണ്, 16 എന്നുള്ളതിന് 4 × 4 ആണ്. അപ്പോൾ 9 × 16 എന്നുള്ളതിന് പകരം എങ്ങനെ എഴുതാം? 3 × 3 × 4 × 4 എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്കതിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓർഡർ ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രോഡക്ട്സിൽ മാറ്റം വരുന്നുണ്ടോ? ആൻസറിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തിലുള്ള 3യും രണ്ടാമത്തെ 4ഉം കൂടെ ഒന്നാക്കിയിട്ട്, അതായത് 3 × 4 × 3 × 4 എന്ന് എഴുതാം. അപ്പോൾ നമ്മളതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തു. എന്തിനാന്ന് വെച്ചാൽ അത് നമുക്കൊരു സംഖ്യയാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കൂ, 3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ് അല്ലേ. അടുത്ത 3 × 4ഉം 12 ആയി. അപ്പോൾ ഇത് എഴുതാം 12 × 12 എന്ന് എഴുതാൽ മതി. അതായത് 9 × 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 × 12 ആണ്. ഇപ്പം 9ഉം ഒരു സ്ക്വയർ നമ്പറാണ്, 16ഉം ഒരു സ്ക്വയർ നമ്പറാണ്. പിന്നെ 12 × 12 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരു സ്ക്വയർ നമ്പറാണല്ലോ. അതായത് 9 × 16 എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. അതായത് രണ്ട് സ്ക്വയർ നമ്പറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് എന്താണ്? അതും ഒരു സ്ക്വയർ നമ്പർ തന്നെ ആയിരിക്കും എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി അടുത്തത് 16 × 36 ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, 16 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പറാണ്. ഏതിൻ്റെ സ്ക്വയർ നമ്പർ? 4ൻ്റെ അല്ലേ. 4 × 4 അല്ലേ 16. അതുപോലെ 36ഉം ഒരു സ്ക്വയർ നമ്പറാണ്. ഏതിൻ്റെ? 6ൻ്റെ. 6 × 6 ആണ് 36 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ, അതായത് 16 × 36 എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതാം? 4 × 4 × 6 × 6 എന്ന് എഴുതാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് 4ഉം 6ഉം ഒന്നിച്ച് എഴുതാം, അടുത്ത 4ഉം 6ഉം ഒന്നിച്ച് എഴുതാം. അപ്പോൾ 4 × 6 വീണ്ടും 4 × 6 എന്ന് എഴുതാൻ പറ്റും. ഇനി പറയൂ, 4 × 6 എത്രയാണ്? 24 അല്ലേ. അപ്പോൾ 4 × 6 24. അപ്പോൾ 24 × 24 എന്ന് എഴുതാൻ പറ്റൂല. അതായത് 16 × 36 എന്ന് പറയുന്നത് എന്താണ്? 24 × 24 ആണ് എന്ന് സാരം. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 36 × 49 ആണ് അല്ലേ. 36 എന്ന് പറഞ്ഞത് ഏതിനൊക്കെ ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്? 6 × 6 അല്ലേ. ഒരുപോലെയുള്ള, അതായത് സ്ക്വയർ നമ്പറാണ്. ഏതിൻ്റെ സ്ക്വയർ നമ്പറാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 6 × 6 ആണ് അല്ലേ. അതുപോലെ 49 എന്ന് പറയുന്നത് 7 × 7 ആണ്. അപ്പോൾ 36 × 49 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 6 × 6 × 7 × 7 എന്ന് മാറ്റി എഴുതാം. ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് 6 × 7 × 6 × 7 എന്ന് എഴുതാം. ഇനി പറയൂ, 6 × 7 എത്രയാണ്? 42. അടുത്തതും 6 × 7 42. അപ്പോൾ എങ്ങനെ എഴുതാം? 42 × 42 എന്ന് എഴുതാം അല്ലേ. അതായത് 36 × 49 എന്ന് പറഞ്ഞാൽ എന്താണ്? 42 × 42 ആണ്. രണ്ടും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുക. ഇനി ഇതിൽ തന്നെയുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 49 × 64 ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ്? 49 എന്നുള്ളതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 7 × 7 ആണ് 49. അതുപോലെ 64ഓ 8 × 8 ആണ്. അപ്പോൾ നമുക്ക് 49 × 64 എന്നുള്ളതിനെ 7 × 7 × 8 × 8 എന്ന് എഴുതാം. ഇനി നമുക്ക് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് 7നും 8നും കൂടി അടുത്ത് എഴുതാം, പിന്നെ അടുത്ത 7ഉം 8ഉം അടുത്ത് എഴുതാം. അതായത് അപ്പോൾ ഓർഡർ മാറി എന്ന് വിചാരിച്ചിട്ട് ആൻസർ മാറോ? ഇല്ല അല്ലേ. ഗുണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഗുണിച്ചാലും ഒരു ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? 7 × 8 × 7 × 8 എന്ന് എഴുതി. ഇനി നോക്കൂ, 7 × 8 എത്രയാണ്? 56 ആണല്ലേ. അടുത്തതും 7 × 8 ആണ്, അതും 56 ആണ്. അപ്പോൾ എന്തെഴുതാം? 56 × 56 എന്ന് എഴുതാം. അതായത് 49 × 64 എന്ന് പറഞ്ഞാൽ എത്രയാണ് പിന്നെ എഴുതേണ്ടത്? 56 × 56 എഴുതാൽ മതി. രണ്ടും ഈക്വൽ ആണ്. ഇനി അടുത്തത് നോക്കൂ, 81 × 25 ആണ് കാണേണ്ടത് അല്ലേ. 81 × 25 എന്നുള്ളതിനെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? ആദ്യം 81 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, അതുപോലെ 25നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ 81 എന്നുള്ളത് ഒരേ സംഖ്യ വരുന്ന രീതിയിൽ എഴുതുമ്പോൾ എന്താവും? 9 × 9 അല്ലേ. അതിൻ്റെ സ്ക്വയർ നമ്പറാണത്. 9ൻ്റെ സ്ക്വയർ നമ്പറാണ് 81 എന്ന് പറയുന്നത്. അപ്പോൾ 9 × 9 എന്ന് എഴുതി. ഇനി 25ഓ 5 × 5 ആണ്. അപ്പോൾ അങ്ങനെ ആദ്യം എഴുതുക. ഇനി നമ്മളതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി കൊടുക്കുക. അതായത് 9 × 5 ×
9 × 5 എന്ന് എഴുതി കൊടുക്കാം. ഇനി 9നെ 5 കൊണ്ട് ഗുണിച്ച് താഴെ എഴുതാം. ഇപ്പോൾ എത്ര കിട്ടുന്നത് 45 എന്ന് കിട്ടും അല്ലേ. 45 × 45 എന്ന് എഴുതാം. അതായത് 81 × 25 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം 45 × 45 എന്ന് എഴുതാം. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദി പ്രോഡക്ട്സ് ബിലോ ഇൻ യുവർ ഹെഡ്. നമ്മളോട് മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ചെയ്ത ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഗുണിച്ച് നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സംഖ്യ നോക്കൂ. 25 × 4 ആണ് അല്ലേ. 25 × 4 എന്നുള്ളത് 100 ആണ്. നമുക്ക് എല്ലാവരും തന്നെ അറിയാമല്ലേ. എന്നാലും നമുക്ക് ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇത് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ എഴുതി കാണിക്കണം. അതായത് 25 × 4 എന്നുള്ളത് 25 എന്നുള്ളത് 5 × 5 ആണ്. 4 എന്നുള്ളത് 2 × 2 ആണ്. ഇനി അത് ഓർഡർ മാറ്റുമ്പോൾ 5 × 2ഉം 5 × 2 ആവും അല്ലേ. 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 5 × 2 പറഞ്ഞാൽ വീണ്ടും 10. അപ്പോൾ 10 × 10. 10 × 10 എത്രയാണ്? ഈസി അല്ലേ. 10 × 10 എന്ന് പറഞ്ഞാൽ 100 ആണ്. നമുക്കറിയാലോ. 1നെ 1 കൊണ്ട് കുടിച്ചിട്ട് എത്ര സീറോസ് അറ്റത്തുണ്ടോ അത് രണ്ടും ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 10ലും ഓരോ സീറോസ് ഉണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. 1നെ 1 കൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ 1, പിന്നെ ആ 2 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ 100 എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കൂ. 25 × 16 എന്നാണ് അല്ലേ. അത് കുറച്ചുകൂടെ ഒരു വലിയ സംഖ്യയാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കൂ. 25 എന്നുള്ളത് 5 × 5 ആണ്. 16 എന്നുള്ളത് 4 × 4 ആണ്. അപ്പോൾ 5ഉം 4ഉം കൂടെ അടുത്ത് വെച്ചു. അതായത് 5 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 20. അപ്പോൾ 20 × 20 എന്ന് എഴുതാം. അതായത് 25 × 16 എന്നുള്ളതിന് 20 × 20 എന്ന് എഴുതാം. ഇനി അത് ഗുണിക്കാൻ നമുക്ക് എഴുതി ഗുണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. എന്ത് ചെയ്താൽ മതി. 2നെ 2 കൊണ്ട് ഗുണിക്കുക. 2 2 4 ആണ്. എന്നിട്ട് 2ലും ഓരോ സീറോസ് ഇല്ലേ. ആ 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുത്താൽ എന്തായി 400 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 25 × 16 എത്രയാണ് 400 ആണ്. ഇനി അടുത്ത് നോക്കൂ. 25 × 36 കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് 25 എന്നുള്ളതിനെ 5 × 5 എന്ന് കൊടുക്കാം. 36 എന്നുള്ളതിന് 6 × 6 ആണ് അല്ലേ. 6 അല്ലേ 36. അപ്പോൾ 6 × 6 എന്നും കൊടുത്തു. ഇനി ഓർഡർ മാറ്റുമ്പോൾ 5 × 6ഉം 5 × 6ഉം അടുത്ത് വരും. അപ്പോൾ 5 × 6 എന്ന് പറഞ്ഞാൽ 30 ആണ്. നമുക്ക് അറിയാം. പിന്നെ 5 6 30 അല്ലേ. അപ്പോൾ 30 × 30 എന്ന് എഴുതി. ഇനി അതെങ്ങനെയാണ് ഗുണിക്കുക നോക്കൂ. 3 × 3 ഗുണിക്കുക. 3 3 9 ആണ്. പിന്നെ ആ 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി 900 എന്ന് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ 25 × 36 എത്രയാണ് ആൻസർ 900 ആണ്. ഇനി ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 25 × 64 ആണ് അല്ലേ. അപ്പോൾ 25 എന്നുള്ളതിനെ 5 × 5 എന്ന് കൊടുത്തു. 64 എന്നുള്ളതിനെ നമ്മൾ എന്ത് കൊടുത്തു 8 × 8. 8 × 8 അല്ലേ 64 എന്ന് പറയുന്നത്. അപ്പോൾ 8 × 8 എന്നും കൊടുത്തു. ഇനി 5 × 8 5 × 8 എന്ന് അടുത്തടുത്ത് എഴുതി. അതായത് 5 × 8 × 5 × 8. അപ്പോൾ 5 × 8 എന്ന് പറഞ്ഞാൽ 40 ആണ് നമുക്കറിയാം. അപ്പോൾ 40 × 40 ആണ് നമ്മൾ കാണേണ്ടത്. 40 × 40 എത്രയാണ് 4 × 4 എത്രയാണ് 16 ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ 16 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അറ്റത്തുള്ള ആ 2 0 അല്ലേ. 2ലും 0 ഇല്ലേ. ആ 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി 1600 എന്ന് ആൻസർ കിട്ടും. അതായത് 25 × 64 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1600 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.